എടാ അവരൊക്കെ ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ടാവട്ടോ. എന്തേ രാഘവേട്ടനെ കാണാത്ത? രാഘവേട്ടൻ ഒരു ദിവസവും സമയം പാലിക്കും. നമുക്കാണ് പോയാലോ? നമുക്ക് പോവാ. അല്ലേ വേണ്ട, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാ. അപ്പൊ അങ്ങടെ പോണ നോക്കിട്ട് പോവാം. ഹലോ, അഞ്ഞൂറ്. ആ എന്താടാ? ആണോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഇല്ലടാ, ഞാൻ ഓപ്പൺ ചെയ്തില്ല, അതായിരിക്കും. വീഡിയോ ആണോ? ആ, ഇന്ന് തന്നെ നോക്കാടാ. ഇന്ന് തന്നെ നോക്കാന്ന് പറഞ്ഞില്ലേ. ആ, ഹസ്ബൻഡ് എന്ത് പറയണു? ആ, ഞാൻ അന്വേഷിച്ചെന്ന് പറയട്ടാ. ഓക്കെ, ശരി. കേട്ടില്ലേ? അവള് ഡാന്ന് വിളിച്ചിട്ടാ സംസാരിച്ചിരുന്നേ. നമ്മള് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോഴേ ഹസ്ബൻഡ് എന്ത് പറയണോന്ന്. ഏതൊക്കെ മുതല് ഓളെ വിറ്റ കായ് നമ്മളെ കൈമിലുണ്ട്. പിന്നല്ല. അതാരത്? ആരോട്? എന്താ പോളൊക്കെ ഒരു ഹാല്. ഒരു കാമുകനോട് സംസാരിക്കണ്, വേറൊരുത്തന്റെ കൂടെ വണ്ടി പോണ്. വല്ലാത്ത പെടപ്പന്നെ കേട്ടോ. ഏതാ ഈ പെണ്ണ്? ഏതാ പെണ്ണെന്നോ? സുമേഷ് ചേട്ടന്റെ മോള് മണ്ടു. സുമേഷ് ചേട്ടന്റെ? നമ്മളെ കേക്കല്ലേ, തിരുവനന്തപുരത്ത് പഠിക്കുന്ന കുട്ടിയോ? ചേടാ, ഈ പെണ്ണ് ഇത്ര വലുതായോ? ചെല്ലേ, ഓള് ഇവിടുന്ന് +2 കഴിഞ്ഞപ്പോ എന്തോ പഠനത്തിന് അങ്ങോട്ട് പോയതാ. അപ്പൊ വന്നപ്പോ വളർന്ന് പന്തിരിച്ചിരിക്കും. വെറുതെ അല്ല ഈ പെണ്ണ് ഇങ്ങനെ കാണിക്കണേ. സുമേഷ് ചേട്ടന്റെ അല്ലേ മോള്? അതിന്റെ സുമേഷ് ചേട്ടൻ എന്തോയപ്പോ? അത് ശരി. അപ്പൊ ഈ സുമേഷ് ചേട്ടനെ എങ്ങനെ കല്യാണം കഴിച്ചെന്ന് അറിയാൻ എല്ലാരും കൂടിയിട്ടേ പിന്നൊരു 3 ദിവസത്തേക്ക് ഉത്സവമായിരുന്നു. അല്ലടോ, നമ്മുടെ സുഗതനും ഇത് അവിടെ വരാന്ന് പറഞ്ഞാണല്ലോ. വരാന്ന് പറഞ്ഞിപ്പോ വാക്ക് പാലിക്കണ ആളുകളുമാണ് രണ്ടും. ഈ സുഗതന്റെ കാര്യമൊന്നും പറയണ്ട കേട്ടാ, ആള് വെടുപ്പല്ല. പുതിയൊരു പണി തുടങ്ങിയിരിക്കണേ. എന്താണ്? കൃഷി. അത് നല്ലല്ലടാ. നമുക്ക് ആൾക്കാരനെ കൃഷി 50-100 വെച്ചിട്ട് പിരിവെടുക്കണം. അതൊക്കെ വെച്ച് നോക്കൂ, മൊയ്ത് അത്ര കുഴപ്പമില്ല, ഇച്ചിരി മേനുണ്ട്. എന്ത് അവനെപ്പോലത്തെ ഒരു വൃത്തികെട്ടവന് നമ്മുടെ പ്രദേശത്തില്ല. എന്താണ്? ഭാര്യനെ പേടിയാണെന്ന്. ഭാര്യ അങ്ങാട് കടക്കരുന്ന് പറഞ്ഞ അവൻ കടക്കൂല. പിന്നെ അവന്റെ ഭാര്യ ഉണ്ടല്ലോ, മറ്റേ നസീമ, ഭാര്യ നസീമ, അവിടെ എന്തോ പാല് കറക്കാൻ വന്ന ഒരു ബംഗാളിയായിട്ട് എന്തോ തട്ടുമുട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളിതൊന്നും പറയാൻ നിൽക്കണ്ട. എന്താ ചിച്ച് കണ്ടിട്ടില്ലല്ലോ. കാണാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുത്താൻ നിൽക്കണം. എന്തിനാ വെറുതെ എന്റെ വ്യാധി പറയുമ്പോ എല്ലാം പറയണല്ലോ. ഞാൻ പറയാണ്, ഈ ബംഗാളികൾക്ക് നമ്മള് മലയാളി പെണ്ണുങ്ങളോട് ഒരു ഇത് ഉള്ളതാ. ആയിക്കോട്ടെ, നമ്മളെ ഒന്നും പറയാൻ ഒന്നും നിൽക്കണ്ട. സംഗതി ഇപ്പൊ അവൻ ബംഗാളിയില് ഒന്നും കൂടി ചിരിച്ച് കാണിച്ചിട്ടുണ്ടാവും. ഇവള് മലയാളത്തിലൊന്നും അങ്ങോട്ടും ചിരിച്ച് കാണിച്ചിട്ടുണ്ടാവും. മതിയല്ലോ. അല്ല, അതിനൊക്കെ പറ്റിയ ആളുമാണ് ഓളെ. എന്നോട് ബാഹുലേയല്ലേ, ബാഹുലേയ എന്നോട് പറയണ്ടായി ഇത്. ഞാൻ പിന്നെ കാര്യമാക്കാൻ കാണാത്ത കാര്യം. ബാഹുലേനാണ് പറഞ്ഞെങ്കിൽ ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. അല്ല, പക്ഷെ നമ്മള് കണ്ടിട്ടില്ലേ. ആളുകളിങ്ങനെ പറയണ്ടല്ലോ. വേണ്ടെന്നാ ഞാൻ പറഞ്ഞു. നസീമ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോഴേ ഇച്ചിരി കുഴപ്പമായിരുന്നു, എനിക്കറിയാം. ഈ ബാഹുലേനെ ഇത് പറഞ്ഞുണ്ടാക്കാൻ കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഈ നസീമ കുളി കഴിഞ്ഞിട്ട് ഇങ്ങാട് വരും. നസീമ കുളി കഴിഞ്ഞിട്ട് ഇങ്ങാട് വരുമ്പോ നമ്മുടെ ഈ മൊയ്ത് വന്നുണ്ട്. നമുക്കിന് വരാൻ കണ്ടല്ലേ. എവിടെയാണ്? ഞങ്ങള് എത്ര നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാന്ന് കരുതി. ആ രാഘവേട്ടനെ ഇവിടെ സമയത്തിന് ഉത്തരവാദിത്വത്തിൽ എത്തണം എന്നുള്ളവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് എത്തും. അതിനിപ്പോ നിങ്ങള് കാത്തു കണ്ട കാര്യമൊന്നുമില്ല. ഇതപ്പാ പ്യാരീനെ ഒന്ന് കണ്ടുപഠിക്കും നിങ്ങള്. രാവിലെ 8 മണിക്ക് വന്നിരിക്ക അല്ലേ? അല്ല, ഈ ഇന്നലെ പോയില്ലേ? പോയി. അല്ല, ഞാൻ വരുമ്പോ ഇവിടെ ഉണ്ടേ. പെരയില് പ്രത്യേകിച്ച് ഉത്തരവാദിത്വം ഒന്നുമില്ല.
വേറൊരു വിഷയം കിട്ടുന്നത് എന്താ നമ്മളെ സുമേഷ് ഏട്ടന്റെ മോളില്ലേ സുമേഷ് ഏട്ടന്റെ മോള് മറ്റാ വെള്ളപ്പാറ്റ മോള് ഒരുത്തന്റെ കൂടെ ബൈക്കിൽ പോണ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കണ്ടോ? ഇല്ല ഇല്ല. എപ്പോ നമ്മള് കണ്ടിട്ട് ഇത് പോയില്ല ഇന്നാ അപ്പൊ ഒരു വേറെ വഴി പോയി വേറെ വഴിക്ക് പോയി. ഒരു ചങ്ങായിന്റെ കൂടെ ഏതാ ചങ്ങായി ഏതോ ഒരു ചങ്ങ പരിചയമൊന്നല്ല ഓന്റെ കൂടെ ബൈക്കിൽ കയറി ചുറ്റും അതെ എന്റെ മോയിതോ ഞാൻ ഒരു കാര്യം പറയട്ടെ. അല്ല അത് മാത്രല്ല ഇത് കേറുന്നതിന് മുമ്പ് ഇവിടെ ആരോടൊന്ന് ഫോൺ ചെയ്യുന്നുണ്ട് ഏതോ ഒരുത്തനോട് വേറെ ഏതോ ഒരുത്തനോട് ഓനോട് എന്താ പറഞ്ഞേ? അതെ എന്താ പറയുമോ പറഞ്ഞതെന്താ? പറഞ്ഞത് എന്തോ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് ഓളെ മൊബൈലിലേക്ക് ഒന്ന് കാണ് അത് കണ്ടേ കാര്യം വീഡിയോ ആണെങ്കിൽ മോയിതോ സുഗത നടന്ന് നിങ്ങൾ കണ്ടത് എന്തിനാവട്ടെ നമ്മളത് പറയാക്കണം. കേട്ടത് എന്തിനാവട്ടെ കണ്ട കാര്യല്ല കണ്ട കാര്യം പറഞ്ഞെന്നുള്ളൂ. ഇതെന്താ അറിയും ബിസയോ നമ്മളെ നാട്ടിലൊരു പെൺകുട്ടിയാ സുമേഷ് ഏട്ടന് പ്രായമായി നമ്മക്കൊക്കെ ഒരു ഉത്തരവാദിത്തമില്ലേ? ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്തിനാ ഇപ്പൊ ഇത് പറഞ്ഞിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ. ധാരാ പോണ അതാ ചന്ദ്രൻ ആളെ മനസ്സിലായോ? മനസ്സിലായോ? ചന്ദ്രൻ അത് വേറെ കഥ. ഞാൻ പിന്നെ അത് പിന്നെ പറയാം. പോയിട്ടാ പോണെന്ന് മനസ്സിലായ എവിടെന്നാ അതെന്നെ പറഞ്ഞേ നമ്മളെ കണ്ടോണ്ട തലകും വിട്ടു. അത് ആരില്ലാന്ന് എന്തിനായിക്കോട്ടെ. ഞാൻ പറഞ്ഞു അത് പറഞ്ഞ് പറ്റാക്കണ്ട. അത് പറഞ്ഞ മിണ്ടാണ്ട് ഞാൻ പറഞ്ഞ എന്തറിയോ ഇപ്പൊ ഈ സുമേഷിന്റെ മോളുടെ കൂടെ പോയ ആളെ ഇതുവരെ നമ്മൾ ഇവിടെ എവിടെ കണ്ടിട്ടില്ലാന്ന്. അപ്പൊ അതാ പറഞ്ഞ് നിങ്ങൾ വേണ്ടാത്ത വർത്താനം പറയേണ്ട വെച്ചാലോളെ കല്യാണം കഴിച്ചു പോകേണ്ട ഒരു പെൺകുട്ടിയാണ്. മനസ്സിലാക്കി നമ്മുടെ മാന്യത നമ്മള് കാട്ടാം. എന്താ ഈ മീനിഞ്ഞാനാള് എന്ന് പറയുമ്പോ ഏതോ എവിടെ കേൾക്കണ ഏത് കേൾക്കനാണ് ബൈക്കായിട്ട് ഇതേമാതിരി തന്നെ വന്ന് നിൽക്കണ്ട്. ഓള് ഇതിന്റെ പുറകിൽ അങ്ങോട്ട് ശകലത്തിന്റെ മുകളിൽ അങ്ങോട്ട് കയറി അച്ഛന്റെ അടുത്ത് ഇരിക്കണ മാതിരി അങ്ങോട്ട് വയറുമ്പോ അങ്ങോട്ട് കെട്ടി പിടിച്ചിട്ട് എന്താ സുജായിയുടെ പോക്ക്. ഇതാ എന്നിപ്പോ നമ്മള് ഇതേമാതിരി വർത്താനം പറയുന്ന ആൾക്കാരല്ലേ. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് കാമാന്നൊരു അസരം ഞങ്ങളുടെ അടുത്ത് കൊണ്ടോ? എന്താ ഉണ്ടാഞ്ഞ നമ്മുടെ മാന്യത മനസ്സിലാവുണ്ടോ? അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോ ഇവള് തിരുവനന്തപുരത്ത് പഠിക്കണ കാലത്ത് ഒന്നുമില്ല നമുക്ക് ഇങ്ങനെ വെറുതെ നാക്ക് ഒന്നുമില്ല ഒന്നും പറയാനൊന്നുമില്ല. രാഘവൻ എവിടെ? പറയണ്ട നീ പറഞ്ഞ എന്താണ് പറയാ? രാഘവേട്ടന്റെ അവസ്ഥ ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ വന്നിരുന്ന് ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കണെങ്കിലും വീട്ടിലെ അവസ്ഥ ഭയങ്കര മോശം. എന്താണ്? ഭാര്യയും മക്കളും കൂടെ എപ്പോഴും തല്ലാറുണ്ട്. അറിഞ്ഞതാണിത്. മന്മത അതെ അയാളുടെ കയ്യിലിരിപ്പാണ് കാര്യം. തല്ലണ എന്താന്നറിയാമോ? പുള്ളി പോയിട്ട് ഒരു പൈന്റ് മേടിച്ചുകൊണ്ടിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കും. എന്നിട്ട് ഈ കവിത ചൊല്ലലാണ്. മക്കളെ കിടത്തി ഉറക്കൂല. അതാണ് തട്ടിട്ട് അത് പറയല്ലേ. അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ മക്കളും ഉണ്ടാതെ പോണം. ചെറിയ മകൻ വരെ ഇന്നലെ തന്നെ. സുഗത എന്തെങ്കിലും ആയിക്കോട്ടെ. ഭാര്യ പോയതോ മന്മത കേട്ടത് കേട്ടു, നമ്മള് കണ്ടത് കണ്ടു, മിണ്ടാ കണ്ടു. അങ്ങടാ പോയിക്കോട്ടെ. അത് അപ്പൊ ഈ ജാതി വർത്താനം ഇനി വേണ്ടാട്ടോ. അവനിപ്പോ രാഘവൻ തല്ലു കൊള്ളു തല്ലു കൊടുക്ക് എന്താച്ചാ ആയിക്കോട്ടെ. ഓനായി ഓരോ കുടുംബമായി. ഇപ്പോ കഴിഞ്ഞ തിങ്കളാഴ്ച പറയുമ്പോ എല്ലാം പറയണല്ലോ. ഞാൻ വെറുതെ അങ്ങനെ പോണ വയ്ക്കുന്നേരം അതിനായിട്ട് രണ്ട് വർത്താനം പറയാ. ഉമ്മർത്ത് കൂടെ അങ്ങോട്ട് പോവല്ലേ വെച്ചിട്ട് ഞാനൊന്നും അങ്ങോട്ട് കേറി ചെല്ലുമ്പോ എന്തൊക്കെ തട്ടുമുട്ടും ഒരു കരച്ചിലോലൊക്കെ കേക്കാണ്ട് ഞാൻ കുട്ടികളെ ആരെങ്കിലും എന്തെങ്കിലും വേണമെന്ന് വിചാരിച്ച് ചെന്ന് നോക്കിയപ്പോ എന്താ കഥ? ഭാര്യ എന്തെന്നാ പറയാ, ഭാര്യ അടിക്ക ചെറിയ ചെക്കല്ലേ ആ ചെക്ക അങ്ങനെ പിടിച്ചു കൊടുക്ക. എന്നിട്ട് നാട്ടും പുറത്തും ഇങ്ങനെ ഒരു മനുഷ്യനല്ലേ എന്തെന്നാ. പിന്നെ അപ്പൊ ഞാൻ ഇതേവരെ ഞാൻ അപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞോ എന്താ പറയാത്ത നമ്മുടെ ഒരു മാന്യത മനസ്സിലാവുണ്ടോ? അത് നമുക്ക് ഉണ്ടാവണം. അല്ല പോയാ എന്നാണ് രാഘവന്റെ വീട്ടിൽ പോയത്? തിങ്കളാഴ്ച അല്ലേ കോയ മറ്റേ മകളുടെ കുട്ട സുന്നത്താണെന്ന് പറഞ്ഞിട്ട് പെരുമ്പാവൂര് പോയത്. അത് തിങ്കള് തിങ്കളാഴ്ച ആയിരുന്നു. ചൊവ്വാഴ്ച എന്നുണ്ട്.
തിങ്കള ചൊവ്വ ഇത് ചൊവ്വാഴ്ച അല്ല ഇത് ചൊവ്വാഴ്ച എന്തിനാ അതിന് തർക്കിക്കണ? തിങ്കളാണെങ്കിലും ചൊവ്വാണെങ്കിലും രാഘവേട്ടൻ വരുമ്പോ ചോദിക്കാല്ല. എന്തിന് എന്നാ തല്ലുകൊണ്ടെന്ന് രാഘവേട്ടൻ അറിയാലോ. അതെന്താ ഇത് എന്നും തല്ലിന്റെ പെരുന്നാളല്ലേ, അതിപ്പോ എങ്ങനെ അറിയും? അത് എന്തിനിപ്പോ നിങ്ങൾ ഈ ചോദിക്കണേ? നിങ്ങൾ ഒരു ഇതും ചോദിക്കാക്കണ്ട. എന്തിനു ചോദിക്കണേ? നന്നായിട്ടുണ്ട്. അല്ല കാര്യം എന്തിനു ഞാൻ ചോദിച്ചോളാം. അതിന് ഒരു ന്യൂട്രലും ചോദിക്കാക്കണ്ട. വെറുതെ ഒരു കാര്യമില്ലാണ്ട് മനുഷ്യന്മാരെ അടങ്ങാക്കാന് ചോദിക്കാക്കണ്ട. ഇനി അതങ്ങനെ നടന്നോട്ടെ. ഞാനിപ്പോ ഇത് അന്ന് പോയ സമയത്ത് ഇത് ഇനിയിപ്പൊ ഞാനിത് കണ്ടു എന്ന് രാഘവന് തോന്നണ്ട വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അപ്പനെ ഞാൻ അവനെ അറിയാണ്ട് പോയ മാതിരി തന്നെ ഞാൻ തിരിച്ചു പോന്നു. അതാ ഞാൻ പറഞ്ഞേ അത് ചോദിക്കണ്ടാന്ന്. ഇനിയിപ്പോ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിഷമാവൂലേ? എന്നാലും ഒന്ന് അന്വേഷിച്ചു. എന്തിനാണ് കാണിക്കാൻ പാടുണ്ടാവും. എന്റെ എത്ര വൈകിയങ്ങള് ഒരു സീരിയലുണ്ട് പെൺമനസ് പറഞ്ഞിട്ടുള്ളത്, അത് കാണാൻ നിന്നുകൊണ്ട് വൈകിയത്. അല്ല രാഘവേട്ട, ആ സീരിയലിലല്ലേ അമ്മയും മക്കളും കൂടെ തന്തേനെ തല്ലണ കഥയുള്ളത്? അതെ 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 അതെ. അത് രാത്രി 9 മണിക്കല്ലേ? അല്ല, അത് റിപ്പീറ്റേഷൻ ഉണ്ട് 11 മണി. നേരത്തെ വന്നാലേ സ്ഥലം കിട്ടും. എല്ലാം നേരത്തെ പിടിച്ചു അല്ലേ? അല്ല രാഘവേട്ട, അങ്ങക്ക് ഈ കവിത ചെയ്ത് എന്തെങ്കിലും കിട്ടും? പിന്നെ ഹലോ, അതെന്ത് ഞാൻ വരുന്നവരെ അവിടെ പ്രശ്നം ഉണ്ടായില്ലോ? പിന്നെന്താ? ഒരു മിനിറ്റ്. എന്ത് മറ്റേ തന്നെയാ? മറ്റേ പ്രശ്നാ ദാമോറിന്റെ വീട്ടില്. ഓന്റെ അയൽവാസി ദാമോറില്ലേ, ഈ സുഗതൻ ഒരു നായ്ക്കാട്ടാണ്. നിങ്ങൾക്ക് അറിയില്ലേ? ഈ ദാമോറിന്റെ വീട്ടിന്റെ കിണറ്റില് ഇപ്പം കാളമൂത്രം കൊണ്ടുവച്ചു. മനുഷ്യന്മാർ ചെയ്യും അത്. അല്ല, അതിർത്തി തർക്കൊക്കെ എല്ലായിടത്തുണ്ട്. അതിന് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞ മോശമല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ പുതിയ കൃഷി തുടങ്ങി കച്ചറയാണ്. ഇവനെ നമ്മളെ കൂട്ടത്തിൽ ഇരുത്താൻ പറ്റൂല ശരിക്കും. ഇവന്റെ കൂടെയൊക്കെ ഇരിക്കണേന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ചോറും കൂടി കിട്ടൂല. ചെയ്യാൻ പാടില്ല. എന്റെ പെണ്ണുമ്പിള്ള എപ്പോഴും പറയും, നിങ്ങളെ കൂട്ടത്തിൽ ഇവൻ ഒരുത്തൻ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം നല്ലതാണ്. നമ്മളെ ആൾക്കാര് പറഞ്ഞ എന്തേലും പറഞ്ഞ് നമ്മളത് പറയാക്കണ്ടാത്ത നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ എന്തെങ്കിലും ആയിക്കോട്ടെ. എന്റെ അടുത്ത തൊടിയല്ലേ, ഞാൻ അത് കാണുന്ന കാഴ്ച പറഞ്ഞോളൂ. എന്റെ അടുത്ത കാര്യം പറയാലോ, 1 കിലോ ചെമ്മീന്റെ തല നന്നാക്കിയത് അങ്ങനെ തന്നെ ഒരു കവറിലിട്ട് എന്റെ കൂടെ കട്ട്. അതാ പലിശ കൊടുക്കണവനാണ്. പലിശ കൊടുക്കണം. എന്താ ഹെൽമെറ്റ് ചോദിച്ചിട്ട് നമ്മളറിയില്ല. നമ്മളൊക്കെ ചോദിച്ചാൽ തരാനാണ് ഒരു ബുദ്ധിമുട്ട്. അല്ലാത്തോടത്ത് കൊടുക്കണ്ട്. ഇവനിവിടെ പല വീട്ടിൽ നിന്നും പലിശ വാങ്ങണില്ല എന്നാണ് അറിവ്. എന്താ റബ്ബേ പലിശയുടെ കളി എവിടേക്കൊക്കെ പോണത്? അല്ല എന്താ എണീറ്റ് പോയി? അത് വേറെ ചെറിയ പ്രശ്നം. ഇതാണ് പറഞ്ഞ ചെക്കൻ. കണ്ട? ഓ അല്ല പ്യാരിയെ, അവരെന്തിനാ ഈ വഴിക്ക് പോണ്? വീട് ബൈക്കല്ലേ, സ്വന്തം വീട്ടിലേക്ക് ആരെങ്കിലും കേട്ട ചക്കനെ കൊണ്ട് പോകും. സുഖതേട്ടാ, ഇപ്പൊ അവിടെ സുമേഷ് ഏട്ടൻ ഉണ്ടാവൂല. ആ സമയത്ത് രണ്ടുപേരും കൂടെ അവിടെ പോയി കഴിഞ്ഞാൽ എന്തു ആവാലോ. ശരിയാണ്. സുമേഷ് ഏട്ടൻ ഷുഗറിന്റെ ഇഞ്ചക്ഷൻ വെക്കാൻ ആശുപത്രി. സുമേഷ് ഏട്ടൻ ഇല്ലേ? ഞാൻ അങ്ങോട്ട് പോവാണ്. എന്തിന് അങ്ങനെ വിടാൻ പറ്റില്ല, ഇത് വിടാൻ പറ്റില്ല. എന്താ ചെയ്യണമെന്നറിയല്ലോ? പോയി നോക്കട്ടെ. ഞാനും വരാം. കാര്യത്തിൽ നിങ്ങൾ ഒരു നല്ല കാര്യത്തിനല്ലേ ഞങ്ങൾ പോയിട്ട് എന്താ അങ്ങനെ നമ്മളൊക്കെ വെറും ഉണ്ടാക്കുന്നതായി പോകും. അല്ല, അയ്യോ കാര്യം പറയാൻ പറഞ്ഞല്ലോ, അത് വീഡിയോ എടുക്കാൻ പറയാൻ പറഞ്ഞു. അത് മന്മഥനല്ലേ മോനെടുത്തോളും. അതൊന്നും അറിയില്ല ഇവർക്കറിയില്ല. അറിയാതിരിക്കില്ല. ഇടുക്കിയില് സൂപ്പർവൈസർ ആയിട്ട് ഒരു റിസോർട്ടിൽ നിന്നീനുമായി. ആ റിസോർട്ടിലെ ബാത്റൂമില് മറ്റേ മൊബൈലിന്റെ വീഡിയോ വെച്ചിട്ട് അവിടുത്തെ പെണ്ണുങ്ങളെ പോയൊക്കെ കുട്ടിപ്പത്ത് കയറ്റാൻ കൊള്ളൂല ഇവനാ. ഓന്റെ മൊബൈൽ ഉച്ചപ്പാടാണ് ഇപ്പോ. ഏരിയയില് കെട്ടരുത് കേട്ടോനെ. അത് ശരി. എന്റെ സ്വന്തം മന്തുകാല് മണല് താഴ്ത്തിട്ട് മറ്റോനെ മന്തുകാലെന്ന് നോക്കിയാലപ്പാ പോയിക്കണത്. എന്താ ചെയ്യണ്ടത്? ഞാനുണ്ട്. ആ വണ്ടി തന്നെയാടാ അത്. രണ്ടുപേരും വന്ന് ബൈക്ക് വെച്ചു, വീടിനകത്ത് കയറി കഥ അടച്ചു. അപ്പൊ ഇനി എന്താ ചെയ്യാ?
ഇനിയിപ്പോ ഒന്നുമില്ല, നേരെ പോയി നമ്മൾ കോളിംഗ് ബെല്ലടിക്കും. ബെല്ലടിക്കുമ്പോ അവൾ അവനെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഇറങ്ങി വരും, ഒന്നും അറിഞ്ഞുവിടാത്ത പോലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. വാ. കുരുത്തക്കേടെന്ന് പറഞ്ഞാലുണ്ടല്ല നമ്മളെ വീട്ടിലിട്ടൂല. അവനെ എപ്പോഴും ടി വി നമുക്കൊന്ന് ടി വി കാണുമെന്ന് പറഞ്ഞാൽ സത്യ നമസ്കാരം. പോന്ന് ഇല്ല, വെറുതെ പുറത്തേക്ക് ഇറങ്ങി. ഒരു ചായ കുടിക്കാം. ചായ വേണ്ട, കുടിക്കാന്ന് ഒരു ചായ കുടിക്കാം. ഒരു ചായ. സുമേഷേട്ട അറിയില്ലേ? ഇല്ല. തെയ്യക്കാരൻ സത്യ. എന്താ തെയ്യെന്നറിയാ? ആ പെരുങ്കളിയാട്ടത്തിനെല്ലാം ആ വിഷ്ണുമൂർത്തി എല്ലാം കെട്ടി ഉറഞ്ഞു വരും. ഭയങ്കരാന്ന്. ഒന്ന് കാണാൻ തന്നെ. എങ്ങനെയുണ്ട് സത്യ ഇപ്പൊ? ഇപ്പൊ എന്താ ആകെ ബുദ്ധിമുട്ടായല്ലോ. അല്ലാതെ ബുദ്ധിമുട്ടണല്ലേ? അയ്യോ, എല്ലാം അടച്ചില്ലേ? എല്ലാം അടച്ച് കളിയില്ല. പറവാട്ടുള്ളൂ, എവിടെയും തെയ്യൂല്ല. ഇല്ല, എവിടെയില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. ചായ ചായ. ഓ, നമ്മൾ തെയ്യെല്ലാം നടത്തുന്ന കാവുകളില് അവിടുന്ന് അമ്പലി കമ്മിറ്റിക്കാരെല്ലാരും കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ തരും. തരുമല്ലേ? അങ്ങനെയൊക്കെ അങ്ങ് പോവും. അതെ. പിന്നെ അതിൽ ഇടയ്ക്ക് രാഘോട്ടാ ഞാൻ മറ്റേ കോറിയിൽ പണിക്ക് പോയി. കല്ല് മുട്ടണേ. അതെ അതെ. കല്ല് വെട്ടിയിട്ട് ഈ മറ്റേ ചെറിയ കല്ല്. അതെ അതെ. അയ്യോ, പറ്റില്ല. പറ്റില്ല. ഭയങ്കര പണിയാ. അത് ശീലൊക്കെ കയ്യെല്ലാം പൊളിഞ്ഞ്. പക്ഷെ പോവാ തരൂലല്ലോ. പോണം. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങണം. അങ്ങനല്ലേ? ഞാൻ പൈസ എടുത്തിട്ടില്ല. കുഴപ്പമില്ല എന്റെ കയ്യിൽ. എന്നാ പിന്നെ അങ്ങോട്ട്. ആയിക്കോട്ടെ. ശരി. എല്ലാവരുടെ അവസ്ഥ നല്ല തെയ്യം കലാകാരനാ. പറഞ്ഞിരുന്നോണ്ട് എന്നാ ബുദ്ധിമുട്ടാണ്. ആരോടൊന്നും ചോദിക്കില്ല, വലിയ അഭിമാനിയാ. ഇരുളിന്റെ കറവീണ തെരുവിന്റെ മൂലയിൽ ഇരുകാലി നിഴലുകൾ നിണനൃത്തമാടുന്നു. പിടയുന്ന ജീവന്റെ അവസാന ഗദ്ഗതം മരണഗന്ധം ചോർന്ന കാറ്റിൽ കുരുങ്ങിയോ. ഓർമ്മയുണ്ടോ ഈ മുഖം? കാക്കിയിട്ടവന്റെ നേരെ കൈ ഓങ്ങിയാൽ തനിക്ക് നോവില്ല, കവിത പാടുന്നവന്റെ നേരെ കൈ ഓങ്ങിയാൽ തനിക്ക് നോവും. സുരേഷ് ഗോപി ഇവിടെ വന്നിരിക്കും. അപ്പോഴേക്ക് മോഹൻലാലായി. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, എല്ലായിടത്തും പ്രശ്നല്ലേ? ഈ പഹന്റെ ശ്വാസത്തിൽ വരെ മിമിക്രിയാ. കിടന്നുറങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ പറയണ്ടാണോ ഭാര്യ നിന്നെ? ഇടയ്ക്ക് അവള് പറയാറുണ്ട്. ഇങ്ങനെ പോയാലും പിന്നെ വട്ടായി പോട്ടോ. പറയാ ഒരു കാര്യം പറയട്ടെ, ഇവനില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചേനെ. അല്ല, എനിക്കോ തന്നെ. നമ്മളെ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. ഒരു കാര്യമുണ്ട്, ഇപ്പൊ നിങ്ങളെയൊക്കെ കുറ്റം പോലെ എനിക്ക് എന്തെങ്കിലും പറയാൻ ഉള്ളിന്ന് പറഞ്ഞത് അതല്ലേ? അല്ല, അതുകൊണ്ടാ. എന്താണ് കവിതയും നാടകവും കൂടെ ഒരു കൂടിക്കാഴ്ച? ഒന്നുമില്ലടാ, മൊയ്തുവിന്റെ ഒരു പുതിയ കവിത. അപ്പൊ അതൊന്നും ഇങ്ങനെ ചൊല്ലി കേൾക്കുകയാണ്. എന്താ സംഭവം? ഇത് ഈ മരണല്ലേ, മരണം ബന്ധപ്പെട്ട മരണല്ല ശീതലട്ടാ. ഇത് രാഷ്ട്രീയ കൊലപാതകം. കൊലപാതകം എന്ന് പറഞ്ഞാൽ പിന്നെ മരണമല്ലേ, മരിക്കല്ലേ ഇവിടെ? അതല്ലാന്ന്, ഇത് തെരുവില് മനുഷ്യന്മാർ തമ്മിലുള്ള പോരാട്ടാണ്. അതല്ല ഞാൻ നരബലിന്ന് പേരിട്ട്. അത് ശരി. ഇത് കുറച്ച് തീവ്രമായുള്ള സാധനം, പൊളിറ്റിക്സാ. കൊലപാതകം എന്ന് പറഞ്ഞപ്പോഴേ, കൊലപാതകം ബേസ് ചെയ്തിട്ടൊരു നാടകം ഉണ്ടായിരുന്നു. ഞാൻ അഭിനയിച്ചൊരു നാടകം. നാടകത്തിന്റെ പേര് രക്തക്കറ എന്ന് പറഞ്ഞൊരു നാടകം. കണ്ടോ? കൊള്ളാം. ഓർക്കണല്ലേ, നമ്മൾ ആറ്റിങ്ങിൽ അവനവഞ്ചേരി ഇണ്ടളയപ്പൻ ക്ഷേത്രത്തില് ഞങ്ങളെ മിമിക്രി ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഇവരുടെ നാടകം സെക്കൻഡ്. ഞാൻ ആ നാടകം കണ്ടിട്ടാ പോയത്. അതൊരു 10-600 സ്റ്റേജ് കളിച്ചിട്ടുണ്ട്. പിന്നെ സൂപ്പർ നാടകം. അതില് എന്താണ്, അമ്പൂരി അന്തപ്പൻ എന്ന എന്റെ കഥാപാത്രത്തിന്റെ പേര്. നെഗറ്റീവ് ക്യാരക്ടറാ. ഈ അമ്പൂരി അന്തപ്പനെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസുകാരോട് അന്തപ്പൻ പറയുന്ന ഒരു സംഭാഷണം ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അതിങ്ങനെ നടന്നു പറഞ്ഞാൽ അതിന്റെ ഒരു ആവേശം കിട്ടുള്ളൂ. കൊലപാതകം ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ മിസ്റ്റർ ശ്രീധരൻ എസ് ഐ? ലോക്കപ്പിന്റെ കരിങ്കൽ പാളികൾക്കുള്ളിൽ കിടന്ന് ബൂട്ടിന്റെ പ്രഹരമേറ്റ് നേർത്തില്ലാതായ നിലവിളികൾ താങ്കളുടെ കാതുകളെ എപ്പോഴെങ്കിലും ബലോത്സരപ്പെടുത്തിയിട്ടുണ്ടോ? നോക്കി എണീറ്റ് ഇങ്ങനെ അങ്ങോട്ട് പോവാണ് ആ സംഭാഷണം. ഞാൻ 4 വട്ടം കണ്ടിട്ടുണ്ട്.
ഗംഭീര സാധനം. എനിക്ക് കാണാൻ പറ്റില്ല. അത് ഗംഭീര സാധനമാണ്. രക്തക്കറ. ഞാൻ ഇപ്പൊ ഈ കൊലപാതകം എന്ന് പറഞ്ഞപ്പോ ഓർത്തതാ. ഇങ്ങനെയൊക്കെ ഒന്ന് സ്റ്റേജിൽ കയറുന്ന 4 ഡയലോഗ് പറയാൻ കൊതി അവന്റെ. അതിനിപ്പോ എങ്ങനെ ആൾക്കൂട്ടം ഉണ്ടെങ്കിലല്ലേ നാടകമുള്ളൂ. ഇത്രേ ഉള്ളൂ. നാടകം ഉണ്ടെങ്കിലല്ലേ അഭിനയമുള്ളൂ. അഭിനയം ഉണ്ടെങ്കിലല്ലേ ജീവിതം. പക്ഷേ എന്ന് പറഞ്ഞാലും ശീതളേട്ടനൊന്നും പേടിക്കണ്ട. ചേച്ചിക്ക് ജോലി ഉണ്ടല്ലോ. അതാരാ? നിങ്ങളും മോശമൊന്നുമല്ല. നിങ്ങളിപ്പോ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിനകത്ത് കവിതയൊക്കെ ഇടണല്ലേ? മന്മത യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളൂ, വരുമാനമൊന്നും വരാൻ തുടങ്ങിയില്ല. ഈ കവിതക്കൊന്നും പ്രേക്ഷകരില്ല. പക്ഷെ ഞങ്ങള് മിമിക്രി കലാകാരന്മാരെ കാര്യമാണ് ഭയങ്കര കഷ്ടം. ഇജ്ജേനെടുക്കാൻ എന്തോ പണിക്ക് പോയിനല്ലോ. അത് പിന്നെ ഒരു ദിവസം തീരെ നിവർത്തിയില്ലാതെ ഭയങ്കര ടൈറ്റ് ആയപ്പോ പെയിന്റിങ്ങിന് പോയി. കാണാൻ ഭയങ്കര രസമാണ് ഈ പണി എന്ന് പറഞ്ഞിട്ട് ചെന്ന് ചെയ്തിട്ടുണ്ടല്ലോ ചേട്ടാ. ഒരാഴ്ച ഈ തോളനക്കാൻ പറ്റണ്ടായി പോയി. നമുക്കൊന്നും സാധിക്കില്ല വന്നതാ. പരിചയമില്ലല്ലോ നമുക്ക്. അതെ അതെ. അതൊക്കെ ഒരു ശീലം വേണം. അല്ലാതെ ഒരു ഒറ്റ ദിവസം കൊണ്ട് തീരുമാനിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയൊന്നല്ല. അതെ, നമ്മളിവിടെ കൂടിയതിന്റെ കാര്യം എന്താ? എല്ലാവരും വരാൻ പറഞ്ഞ കാര്യം എന്താ? എന്താണ്? നമുക്ക് അതെ. അവസരം അനുഭവിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. ഓരെ സഹായിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണം. സീതാട്ടാ പറഞ്ഞു കൊടുക്കി. എടാ അതെ, ഇപ്പൊ എല്ലാവരുടെയും അവസ്ഥയൊക്കെ നമുക്ക് അറിയാലോ. അപ്പൊ എന്തെങ്കിലും ഒരു സഹായം. ഞാൻ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ നോക്കിയപ്പോ തന്നെ ഏകദേശം ഒരു 10-27 ആളുകളുണ്ട്. 27 30 ഉണ്ട്. ഏതാ? 28, 29, 30 നമ്മളില്ലേ? അതൊക്കെ ചേർത്തിട്ടാടാ ഞാൻ പറഞ്ഞത്. ഞാൻ എല്ലാ വിഭാഗത്തിലും കൂടിയിട്ടാട്ടോ പറഞ്ഞു. അപ്പൊ ഇത്രയും ആളുകൾ ഇപ്പൊ എന്താ ചെയ്യണേന്ന് പോലും പിടുത്തല്ല എന്നുള്ളതാ. നമ്മുടെ ഈ കലാകാരന്മാരോടൊക്കെ ഒരു താല്പര്യമുള്ള കുറെ ആളുകളുണ്ടല്ലോ, ഒരു സഹായ മനസ്ഥിതി ഉള്ള ആളുകളുണ്ട്. അവരൊക്കെ ഒന്ന് നേരിട്ട് പോയി കണ്ട് കാര്യം അങ്ങോട്ട് പറയാ. എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. ഉറപ്പാ. അങ്ങനെ എന്തെങ്കിലും ഒരു കളക്ഷൻ എടുത്തിട്ട് നമ്മൾ ഈ കലാകാരന്മാർക്ക് അങ്ങോട്ട് വീതിച്ചു കൊടുക്കുക. അല്ല, അതിപ്പോ പൈസ ആയിട്ട് കൊടുക്കണമെന്നില്ല, സാധനമായിട്ട് മേടിച്ചോണ്ട് കൊടുത്താലും എന്തായാലും മതി. ഒരു കൂട്ടത്തിനൊരു സഹായം അല്ല, അത് എല്ലാ സഹായവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു കിറ്റ് അതായാലും മതി. കഴിയാവുന്നത് ചെയ്യാം. അങ്ങനെയാണ് സീതളേട്ടാ. നമുക്ക് ആ ജോസഫ് മുതലാളി ഒന്ന് പോയി കാണാം. മൂപ്പൊരു കലാകൃതേനാ. ആയിക്കോട്ടെ. അതുപോലെ നമ്മുടെ ഇച്ചായിസ് ആ ചേട്ടനും ഭയങ്കര കലാകാരൻ. കാണാൻ പറ്റിയവരൊക്കെ നല്ലതാ. അതെ, ഇപ്പൊ തന്നെ പരിപാടി ആരംഭിക്കാം. പോകാല്ലേ മിമിക്രി. ഇവന്റെ മിമിക്രി ഇവിടെ കുറെ ഉണ്ട്, മഴയുണ്ട്. അതുകൊണ്ട് അപ്പുറത്ത് നിൽക്കാം. കുടയില്ലാത്ത ആശാൻ. ஐயோ அண்ணாச்சி அப்படி சொல்லாதீங்க அண்ணாச்சி. இன்னைக்கு 200 சாக்கு வேணும் அப்படின்னு ஒண்ணு பண்ணுங்க. நீங்க 100 சாக்கு திடீர்னு அனுப்புங்க. நான் எப்படியோ சமாளிச்சுக்கிறேன். இன்னைக்கு அனுப்புவீங்களா? சரி சரி. പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ശ്രീകരങ്ങളാന്നേ. 200 ചാക്കിന്ന് എത്തിക്കാന്ന് ഉറപ്പ് പറഞ്ഞ ഇപ്പൊ 100 ഉള്ളൂ. അതെന്തേലും ആവട്ടെ. നമ്മളെന്താ പറഞ്ഞിരുത്തേ? ഇല്ല, ഒന്നുമില്ല. പിന്നെ സുഖദേട്ടനെ ഇപ്പൊ ആ വഴിക്കൊന്നും കാണാറില്ലല്ലോ എന്ന് അമ്മ ഇടയ്ക്ക് ഇങ്ങനെ പറയും. കേട്ടാ, ഞായറാഴ്ച പോലും ഒഴിവില്ലെന്നേ. ചില സമയത്ത് ഇതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് സന്യസിക്കാൻ പോയാലോ എന്ന് കരുതും. സന്യസിക്കാൻ പോയ പൈസ കിട്ടില്ലല്ലോ. ഇപ്പൊ എങ്ങനെ പോണു തെയ്യൊക്കെ? എന്താ 2 വർഷമായിട്ട് ഇപ്പൊ തെയ്യം കെട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതുവരെയൊക്കെ എങ്ങനെയൊക്കെയോ പോകുന്നു. പിന്നെ കമ്മിറ്റിക്കാരും കുറെയൊക്കെ സഹായിക്കും. ഇപ്പൊ നമ്മുടെ അമ്പലത്തിൽ കഴിഞ്ഞ വർഷം തെയ്യം ഞാൻ സ്പോൺസർ ചെയ്യായിരുന്നല്ലേ? അതെ, നടന്നില്ലല്ലോ. സുഖേട്ടാ, അമ്മയ്ക്കാണെങ്കിൽ തീരെ സുഖമില്ല. അതെ, വയസ്സായില്ലേ? അതെ. പിന്നെ ഇപ്പൊ ചികിത്സയ്ക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അമ്മ സുഖദേട്ടനെ എഴുതി തന്നിട്ടുള്ള സ്ഥലത്തിന്റെ മുഴുവൻ, അമ്മ സുഖദേട്ടന് സ്ഥലം എഴുതി തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ മുഴുവൻ പൈസ കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ ബാക്കി പൈസയും കൂടെ കുറച്ച്, അല്ല മുഴുവൻ വേണ്ട, കുറച്ച് പൈസ കിട്ടിയാൽ വലിയ സഹായമായി എന്ന് പറഞ്ഞു അമ്മ. അതെന്താ എന്റെ അമ്മയ്ക്ക് ഞാൻ മുഴുവൻ പൈസ കൊടുത്തില്ല എന്ന് നീ പറഞ്ഞു? കുഞ്ഞമ്മയ്ക്ക് ഞാൻ പൈസ കൊടുത്തിട്ട് കുഞ്ഞമ്മയുടെ നിന്ന് മേടിച്ച സ്ഥലം അതിന്റെ പകുതി വിലക്കാണ് ഞാൻ സുബൈറിനെ കൊടുത്തത്. പിന്നെന്തിനാ ഞാൻ കുഞ്ഞമ്മയ്ക്ക് കൊടുക്കണേ? അതെ, നിന്റെ അമ്മ എന്റെ അമ്മയൊക്കെ വയസ്സായ ആൾക്കാരാ. അവര് പലതും പറയും. അവരുടെ സ്ഥലത്തിന് ഇപ്പോഴും ഒരുപാട് പൈസയാണ്. നീ ചെറുപ്പല്ലേ, നിനക്ക് സത്യം അറിയാലോ. ആ കാര്യത്തിൽ ഞാൻ കുടുംബല്ലേ എന്ന് വെച്ചിട്ടാണ് അത് അങ്ങനെയൊക്കെ ചെയ്തത്. അതിൽ എനിക്ക് നഷ്ടം ഉണ്ടായിട്ടുള്ളൂ. എന്നാ പിന്നെ സുഖദേട്ടാ, കുറച്ചുകൂടെ കഴിയുമ്പോഴേക്ക് തെയ്യമൊക്കെ ഉണ്ടാവുമല്ലോ. അല്ല, അതൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ കളിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ അങ്ങ് തിരിച്ചു തരാം. ഒരു 2000 റുപ്യ ഉണ്ടെങ്കിൽ എനിക്ക് തരും. ഒരു മിനിറ്റ്. എന്താണ്? അതെയാ? എന്നാ പിന്നെ കോൺട്രാക്ടർ പിണക്കണ്ട. 100 ചാക്ക് നമുക്കേ മത്തായിയുടെ അടുത്ത് മേടിച്ചു കൊടുക്കാം. അതിപ്പോ നീ പറഞ്ഞാ പറ്റില്ല, കയ്യിലെ കാശില്ലല്ലോ.
കടം പറയണ്ടേ? അത് കിട്ടിയെന്ന് വെച്ചാൽ കയ്യിലുള്ളത് ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കടം കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടേ? അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, ഒരു 5 മിനിറ്റ് തൊട്ട് മാർക്കറ്റിന്റെ അങ്ങോട്ട് പോകാൻ ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് രണ്ടാൾക്കും കൂടി മത്തായി എടുത്ത് പോവാം. ശരി. അതെ, എനിക്ക് അർജന്റായിട്ടൊന്ന് മാർക്കറ്റിന്റെ അങ്ങോട്ട് പോകണം. സത്യം ഇറങ്ങല്ലേ? കണ്ട, വേണ്ടപ്പെട്ടവരായിട്ട് 5 മിനിറ്റ് ഇരുന്ന് സംസാരിക്കാൻ പോലും സമയമില്ല. അപ്പൊ ശരി എന്നാ. നനഞ്ഞു. ഇത് എവിടെയായിരുന്നു? എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ. ആരോട് പറഞ്ഞു? അല്ല, ഞാൻ പുറത്തേക്ക് പോകുമ്പോ പറഞ്ഞില്ലേ? ആരോടും പറയാതെ തോന്നിയ സ്ഥലത്തേക്ക് തോന്നുമ്പോ ഇറങ്ങി പോവാ തന്നെ. ഞാൻ പറഞ്ഞിട്ടാ പോയത്. ഒന്നുമല്ല. എന്താ ഒന്നുമല്ല, കാണാതെ വെറുതെ ഇറങ്ങിയിട്ട് പോകും. അങ്ങോട്ട് കഞ്ഞി എടുക്കട്ടെ? കഞ്ഞി എന്താ കൂട്ടാൻ? കൂട്ടാൻ എന്താണെന്ന്? ഉള്ളിച്ചമ്മന്തി. ഉള്ളിച്ചമ്മന്തിയാ? ഉള്ളിച്ചമ്മന്തി മാത്രം? എന്താണ് ഏട്ടാ? എന്നാ ഒരു കാര്യം ചെയ്യട്ടെ, നീ ഇന്ന് വരെ കൂട്ടാത്തൊരു സാധനം ഞാൻ തരട്ടെ. എന്താ നല്ല സാധനല്ലേ? ഇതിവിടെ ആ വാസുകേട്ടന്റെ തൊടിയെന്നേ റോഡിലേക്ക് ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഒന്ന് നോക്കി, തിരിച്ച് ഇങ്ങോട്ട് പോരുമ്പോഴും ഒന്ന് നോക്കി. അത് മൂപ്പര് കണ്ടു തോന്നുന്നു. എന്തേ വേണോ ചോദിച്ചു. വേണം പറഞ്ഞു. അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല, അങ്ങോട്ട് പൊട്ടിച്ച് കയ്യിൽ തന്നു. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോ സാധനം കിട്ടിയില്ലേ? പിന്നെതാ ആ നടപ്പ് ആ മീൻകാരന്റെ മുമ്പിൽ കൂടെ എങ്ങനെ നടക്കായിരുന്നില്ലേ നിങ്ങൾക്ക്? അത് നടന്നല്ലോ. എത്ര പ്രാവശ്യം നടന്നു, ഒരു കാര്യമില്ല. ഏത് കാലത്ത് ഒരു മീൻ കൂട്ടണേന്നാണ്. മീനൊക്കെ പിന്നെ ആ പലിശക്കാരൻ അണ്ണാച്ചി വന്നുട്ടോ. ആര്? പലിശക്കാരൻ അണ്ണാച്ചി. അയാളെന്താ? ഇന്നാണല്ലേ? അത് ശരി. എന്താ പറഞ്ഞു? എന്താ പറയാൻ, സുഖല്ലേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ പതിവ് പറയും പോലെ പറഞ്ഞു, കാശില്ല, ഉള്ളപ്പോ തരാന്ന് പറഞ്ഞു. അല്ലാതെ പിന്നെ ഉണ്ടാവുമ്പോ കൊടുക്കാം, അത്രേ ഉള്ളൂ. അയാൾ തമിഴിൽ എന്തൊക്കെയാ പറഞ്ഞു, എന്നിട്ട് പോയി. എന്തായാലും ഭാഷ മനസ്സിലാകാത്ത നന്നായി. അല്ല, അയാൾ എന്താ പറഞ്ഞത് അറിയില്ലല്ലോ. എന്റെ സത്യേട്ടാ, എന്നും ഇങ്ങനെ പോയാ മതിയോ? ഇത് എന്നാ ശരിയാവണേ? ശരിയാവുന്നു. ഇതിപ്പോ നമുക്ക് മാത്രമല്ലല്ലോ, ലോകത്തുള്ള ആൾക്കാർക്ക് മുഴുവൻ ഇത് തന്നെയാണ് പ്രശ്നം. എന്താ ചെയ്യാ, ഒക്കെ ശരിയാവും. എന്ത് പോക്കെ ഈ പോണേന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ല സത്യേട്ടാ. ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? വാ, കഞ്ഞി എടുക്കട്ടെ? അത് ശരിയാക്ക്. ഇത് ശരിയാക്കിയിട്ട് മതിയോ? അല്ലാതെ പിന്നെ. സത്യേട്ടാ, 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 എവിടെ വായോ. അല്ല, ഒന്നും വേണ്ട, ഇരിക്കാൻ വരില്ല. അതെ, ഇനിയിപ്പോ പോണോ, ഞങ്ങൾ കുറച്ച് സ്ഥലത്ത് കയറാണ്ട്. അപ്പൊ പറയും കാര്യം. ഞങ്ങൾ ഈ നമ്മളെ നാട്ടിലേ അവശത അനുഭവിക്കുന്ന കുറെ കലാകാരന്മാരുണ്ടല്ലോ, ഇപ്പത്തെ കാലതല്ലേ. അപ്പൊ ഓരൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. അതിനൊരു ഫണ്ടൊക്കെ അത് നല്ലതാ, നല്ലത്. എത്ര ആൾക്കാരുണ്ട്. അവസ്ഥ അതല്ലേ, നമുക്ക് ആർക്കും ഒരു വർക്കും ഇല്ല, കാര്യങ്ങളും ഇല്ല. അതെ, നമുക്കൊന്നിട്ട് ആരോടിട്ടൊന്നും ചോദിക്കാനും പറ്റില്ല. കലാകാരന്മാരുടെ കഥയൊക്കെ ഒരു കഥയാ. അതാകെ ബുദ്ധിമുട്ട്, ആകെ ബുദ്ധിമുട്ട് പറയണ വലിയ കലാകാരനോടാണ് ഈ അപ്പോഴേ ഇത് സത്യമായിട്ടുള്ള ഗിറ്റാ. അയ്യേ, ഇത് വേണ്ട, ഇത് ഇവിടെ വേണ്ട. അല്ല, എല്ലാവർക്കും ഉണ്ട്. അത് വേണ്ട. നമ്മളെക്കാ ബുദ്ധിമുട്ടുള്ള എത്രയോ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കൊടുക്കുക. ഇഷ്ടം പോലെ സാധനം നമ്മുടെ അകത്തിരിക്കുന്നുണ്ട്. പിന്നെ എന്തിനാത് വെറുതെ പറയ ശീതളായിട്ട് ഇവിടെ ഒന്നുമില്ല. അതോട് കൊടുത്താൽ സത്യശീലൻ പേഴ്സണലായിട്ട് പറയുക. കൊട്ടയാണെങ്കിലും ആത്മാഭിമാനത്തിനൊരു കുറവില്ല അല്ലേ മണ്ടു?
മിമിക്രി കളിക്കാൻ അത് കാര്യമാക്കണ്ട. അപ്പൊ സ്റ്റേജ് ഇല്ലാത്ത കാരണം ഇപ്പൊ കിട്ടണോടത്തൊക്കെ പറയാവേ. രാവിലെ മുതൽ ഈ ചെവി പോയി. സത്യേട്ടാ, നമ്മൾ ഈ 4 കലാകാരന്മാർ ഒത്തുകൂടുമ്പോ ഇതൊക്കെ എവിടെയെങ്കിലും അവതരിപ്പിച്ചില്ലെങ്കിലേ മയക്കിന്റെ മുമ്പ് പോയിട്ട് വർഷം കുറെ ആയില്ലേ. എല്ലാവർക്കും വിഷമം, നാട്ടിലെല്ലാവർക്കും വിഷമം. അതെ, നമുക്ക് ഇത് പോണ്ടേ. ഒരു ചായ കുടിച്ചിട്ട് പോ. അയ്യോ, എല്ലായിടത്തും പോകണ്ടേ. പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഉണ്ടല്ലോ. ഒരു ചായ കുടിക്കാം. നീ എന്ത് വർത്താന പറയണേ? ഞാൻ ഒരു കൗണ്ടർ അടിച്ചിരുന്നു. നടന്ന് കൗണ്ടർ അടിക്കാണ്. ഇനി ഒരുപാട് വീടുകളിൽ കിറ്റ് കൊടുക്കാണ്ട്. അപ്പൊ ഞങ്ങളോട് പോവാം. ചായ വേണ്ട. ഒന്നും വേണ്ട. നിങ്ങൾ ചായ ഉണ്ടാക്കി കുടിക്കും. എന്നാ ശരി. എന്നാ പോട്ടെ മോനെ സതീഷില. എല്ലാവരും ഒന്ന് കാണുമ്പോഴേ ഒരു സന്തോഷം. ശരി, ആയിക്കോട്ടെ. ഒരു മണി അരി ഈ വീട്ടിലില്ല. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് തരുമ്പോ ഈ വേണ്ടാന്ന് പറയണ എന്തിനാ? അല്ല, ഈ ആൾക്കാരുടെ അടുത്ത് ഈ സഹായമൊക്കെ വാങ്ങി ജീവിക്കുമ്പോ എന്തോ ഒരു ബുദ്ധിമുട്ട്. ഏട്ടാ, എന്നാലും നമ്മുടെ അവസ്ഥ ഇതല്ലേ. അതെ, എന്നാലും എത്ര നാളാന്ന് വിചാരിച്ചിട്ടപ്പോ ഇത്. ഏട്ടനല്ലേ പറഞ്ഞ ഈ ഭൂമിയിലുള്ള എല്ലാവരുടെയും അവസ്ഥ ഇതാണെന്ന്. എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പക്ഷെ എന്നാലും ഇതിന് മനസ്സ് വരുന്നില്ല, അതാണേ. നീ അങ്ങനെയൊന്നും ആലോചിക്കണ്ട. ഈ അവസ്ഥയിലും നമ്മളെ ആരെങ്കിലും ഓർക്കണ്ടല്ലോ, അതല്ലേ വലിയ കാര്യം. അതെ, എടുത്തു തരണ്ട.